നിങ്ങൾ 3 പേരും എന്നാ എന്നെ കാണാൻ വരുന്നത്? എന്താ പോട്ടാ രാവിലെ ചിരിച്ചോണ്ടാണല്ലോ എണീക്കുന്നത്? ഇന്ന് രാവിലെ എഴുന്നേറ്റത് ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ടോ? എന്നോട് ചോദിക്കുക എന്നെ കാണാൻ വരുന്നില്ലെന്ന്. നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. നീ പോയി ഡ്രസ് ചെയ്യും. എന്റെ പൊന്നു ഗുരുവായൂരപ്പാ, അപ്പോഴേ ദർശനം തന്നോ? ആ, ഞാൻ പെട്ടെന്ന് റെഡിയാകാം. നേരത്തെ പോയാൽ തിരക്ക് കുറയല്ലോ. ഉണ്ണിക്കണ്ണനെ സ്വപ്നം കണ്ട് ഉണ്ണിക്കണ്ണൻ എന്നോട് ചോദിക്കുക എന്താ അങ്ങോട്ട് ചെല്ലാത്തെന്ന്. ഗുരുവായൂർ അമ്മ പോയി ഡ്രസ്സ് മാറും. ഞാൻ പാറുവിനോട് പറഞ്ഞിട്ടുണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട്. ചെല്ലേ അമ്മ വേഗം ഡ്രസ് ചെയ്യാം. എന്റെ മോനും ഡ്രസ് ചെയ്യാം. ഞാൻ ഡ്രസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി മോനെ. അമ്മേ, അമ്മ കൊടുത്തിരുന്നെങ്കിൽ രാവിലെ എങ്ങോട്ടാ? പാട്ട് പരിപാടിയോ ഘോഷയാത്ര വല്ലതും ഉണ്ടോ? അപ്പു പറഞ്ഞ് ഗുരുവായൂരമ്പലത്തിൽ പോകാൻ ഡ്രസ്സ് മാറാൻ. അപ്പോ അതല്ല, അതിന്റെ അപ്പുറം പലതും പറയും. അമ്മ പോയി പശുക്കൾക്ക് തീറ്റയും വെള്ളവും കൊടുത്ത് മാറ്റിക്കെട്ടി ചാണകവും വാരി തൊഴുത്ത് വൃത്തിയാക്കി ഇട്ടോ? തൊഴുത്ത് വൃത്തിയാക്കി ഇട്ടു. പാത്രം കഴുകുകയും മുറ്റോടിക്കുകയും ഒക്കെ ഞാൻ ചെയ്തു. അതെ, തേങ്ങ ഇടാൻ ആള് വരും. പിന്നെ പറമ്പിപ്പണി. അപ്പു പറഞ്ഞത് കൊണ്ടാ ഭഗവാനെ ഒരു നോക്ക് കാണാമെന്ന് കരുതിയത്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒരു പ്രശ്നവുമില്ല, മനുഷ്യന്റെ കാര്യമല്ലേ, അവർക്ക് വരാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. ബാ, നമുക്ക് പോകാം.